Hasta la vista, പോലീസുകാരാ. ബാലസാഗറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ലോക സിനിമയിൽ നമ്മുടെ ടൊവിനോയുടെ കൂടെ കോമ്പിനേഷനിൽ വരുന്ന ഒരു പോലീസുകാരനെ ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ. ഈ ക്യാരക്ടറിലേക്ക് സെലക്ട് ആയപ്പോഴും അറിഞ്ഞില്ലേ ടൊവിനോടൊപ്പമാണ് മെയിൻ കോമ്പിനേഷൻ വരുന്നത്? ശരിക്കും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മൂവി ഞാൻ ഫസ്റ്റ് ഡേ പോയി കണ്ടപ്പോഴാണ് ആ മൂവിയുടെ സ്റ്റോറി അറിയുന്നത്. അതായത് എൻ്റെ സീനിന് തൊട്ട് മുമ്പുള്ള കഥയും അതിന് ശേഷമുള്ള കഥയും എൻ്റെ ക്യാരക്ടർ എന്തിനായിരുന്നു എന്ന് പോലും ഞാൻ അന്നേരമാണ് അറിയുന്നത്. ഷൂട്ട് ഡേയിൽ വന്നിട്ട് എനിക്ക് നൈറ്റ് ആയിരുന്നു ഫസ്റ്റ് സീൻ. അപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മേക്കപ്പ് ചെയ്യാൻ പറഞ്ഞു. ആ ചേട്ടൻ വന്നിട്ട് എൻ്റെ അടുത്ത് ചേട്ടാ ഏത് ക്യാരക്ടർ? ഞാൻ പോലീസ് ക്യാരക്ടർ. ആ ചേട്ടൻ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ചേട്ടനോ പോലീസിന്റെ ലുക്കില്ല. ഇതില് കാസ്റ്റിനും ക്രൂവിനും ഒന്നും അറിയാത്ത ഒരു കാര്യം കൂടെ ചെയ്തിട്ടാണ് ബാലു ഇവിടെ ഇരിക്കുന്നത്. ക്ഷമിക്കണം, ഇത്രയും വലിയൊരു ക്ഷമാപണം ചോദിക്കാം. എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളതിന്റെ ഒരു പ്ലാൻ ഒക്കെ ഉണ്ടാക്കുന്നു. രാത്രിയൊക്കെ ഇരുന്ന് മറ്റേ കത്തിയില് നമ്മുടെ വിജയ് സാർ അടിപൊളി. എത്ര തവണ കണ്ടു ലോക തിയേറ്ററിൽ? എനിക്ക് തോന്നുന്നു റിപ്പീറ്റഡ്ലി ഒരു 7 times ഇപ്പൊ കണ്ടിട്ടുണ്ടാവും. മാർവൽ DC ഒക്കെ കണ്ടോണ്ടിരുന്ന നമുക്ക് ഇങ്ങനെ ഒരു സാധനം മോളിവുഡ് ഇരിക്കുന്നു നമുക്കുണ്ട് വെക്കടാ ഇതിന് മോളിൽ എന്നൊക്കെ പറയാൻ പറ്റില്ല. ആ ഒരു ഐറ്റമാണ് സംഭവം. ഹായ് ഹലോ, സിനിമാ ഭ്രാന്തനിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ബാലസാഗറാണ്. ബാലസാഗറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ലോക സിനിമയിൽ നമ്മുടെ ടൊവിനോയുടെ കൂടെ കോമ്പിനേഷനിൽ വരുന്ന ഒരു പോലീസുകാരനെ ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ. ആളാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു സിനിമാ ഭ്രാന്തൻ. സോ ആദ്യം തന്നെ മലയാളിയാണെന്ന് പലർക്കും അറിയില്ല. ഓക്കെ, അതിൽ വരുന്ന ക്യാരക്ടർ തന്നെ ഒരു മലയാളിയല്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണേലും അതിലൊരു കൊമ്പൻ മീശയൊക്കെ വെച്ചിട്ട് ഓവറോൾ ഒരു മേക്ക് ഓവർ തന്നെ വേറെയാണ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ചാമിങ് ആയിട്ടുള്ള വേറൊരാള്. പറയൂ, എന്താണ് ലോകയുടെ വിശേഷങ്ങൾ, എങ്ങനെ പോകുന്നു? ലോക ആക്ച്വലി ഒരു എന്താ പറയാ ഒരു പുതിയ ലോകം തന്നെയാണ് അത് ഓവറോൾ എനിക്കും. ബിക്കോസ് ഒരിക്കലും ഇങ്ങനെ ഒരു ഔട്ട് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. നോർമലി ഒരു വേഫറിന്റെ ഒരു കാസ്റ്റിംഗ് കോഡ് കണ്ടു, അയച്ചു, ഓഡീഷൻസ് പോയി, അറ്റൻഡ് ആയി. ഓഡീഷൻ കഴിഞ്ഞിട്ട് ഷൂട്ടിന് പോകുമ്പോൾ പോലും എനിക്കറിയില്ല എങ്ങനെ ഒരു ഔട്ടാണ്. സോ നോർമലി പാൻ ഇന്ത്യൻ മൂവിയാണെന്നൊന്നും അന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോഴാണ് ഈ ചാത്തൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇന്ന ആളാണ് ചെയ്യുന്നതെന്ന് അറിയുന്നത്. സോ എക്സൈറ്റഡ് ആയി. പിന്നെ ഇത്രയും മെയിൻ സ്ട്രീം ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പം ഞാൻ ആക്ച്വലി എൻ്റെ മൈൻഡിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടും ബാക്ക്വേർഡ് പോകാൻ പാടില്ലല്ലോ. അപ്പം അതിന് അത്രത്തോളം ഇത് ചെയ്തു. പക്ഷെ അതൊരു എന്താ പറയുക ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ നല്ലൊരു ഔട്ട് ഉണ്ടായിരുന്നു. വളരെയധികം സന്തോഷം. പിന്നെ ഇപ്പോൾ ഒരു പാൻ ഇന്ത്യൻ സെൻസേഷൻ ആയിരിക്കുന്ന മൂവിയിൽ ഒരു ട്രെൻഡിങ് സീൻ ചെയ്തു പറയുന്നതിൽ വളരെയധികം സന്തോഷം. അതെ അതെ. അപ്പൊ ഈ ക്യാരക്ടറിലേക്ക് സെലക്ട് ആയപ്പോഴും അറിഞ്ഞില്ലേ ടൊവിനോടൊപ്പമാണ് മെയിൻ കോമ്പിനേഷൻ വരുന്നത്? ശരിക്കും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മൂവി ഞാൻ ഫസ്റ്റ് ഡേ പോയി കണ്ടപ്പോഴാണ് ആ മൂവിയുടെ സ്റ്റോറി അറിയുന്നത്. അതായത് എൻ്റെ സീനിന് തൊട്ട് മുമ്പുള്ള കഥയും അതിന് ശേഷമുള്ള കഥയും എൻ്റെ ക്യാരക്ടർ എന്തിനായിരുന്നു എന്ന് പോലും ഞാൻ അന്നേരമാണ് അറിയുന്നത്. ആക്ച്വലി ഷൂട്ട് ടൈമിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഷൂട്ടിന് 1 day ബിഫോർ അവിടെ ചെന്നപ്പം എങ്ങനെയോ ഒരു ഇതിൽ ഞാൻ അറിഞ്ഞതാണ് ടോയ് ചേട്ടനാണ് ചാത്തൻ ക്യാരക്ടർ ചെയ്യുന്നത്. അല്ല, എനിക്ക് ചന്ദ്രചേട്ടനൊക്കെ പറയുന്ന പോലെ എനിക്ക് സത്യം പറയല്ല, ഞാൻ പടം കാണാൻ പോയത് ഫസ്റ്റ് ഡേ കാണാൻ പോയതിന്റെ റീസൺ ഇതാണ്, എന്താണ് സ്റ്റോറി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയില്ല, എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോ എന്ത് തോന്നി? ഓവറോൾ ഒരു ഇതൊരു സൂപ്പർ ഹീറോ കല്യാണിയാണ് അത് ചെയ്യുന്നതെന്നൊക്കെ അറിയാമായിരുന്നു. ഫീമെയിൽ അപ്പൊ കണ്ടു കഴിഞ്ഞപ്പം എന്തായിരുന്നു ഫസ്റ്റ് ആ ഒരു റിയാക്ഷൻ? ആക്ച്വലി ഫസ്റ്റ് എക്സ്പീരിയൻസ്, ഞാൻ ആ മൂവിയിൽ ഒരു ആർട്ടിസ്റ്റ് ആണെന്നൊക്കെ ഉള്ള കാര്യം ഞാൻ മറന്നുപോയി. ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അത് ആക്ച്വലി പറയുകയാണെങ്കിൽ ഈ അവഞ്ചേഴ്സ് DC ഒക്കെ കണ്ട് വളർന്ന ഒരു ബാല്യമാണല്ലോ നമ്മുടെയൊക്കെ. അപ്പം മോളിവുഡിന് ഇങ്ങനെ ഒരു സാധനം ചെയ്തു, അത് ആ ഒരു എന്താ പറയുക മൈൻഡിൽ ശരിക്കും ഇതൊരു ഹോളിവുഡ് മൂവിയാണ് എന്താണെന്ന് ഒന്നും മനസ്സിലാവാത്തൊരു ഇതായിരുന്നു. കാരണം എനിക്ക് നോർമലി മൂവിയെക്കുറിച്ച് ഒന്നും അറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റോറി അറിയില്ല, അത് എന്താണെന്നൊന്നും ഔട്ട് അറിയില്ലല്ലോ. സോ ഇത് കണ്ടപ്പോൾ ഇങ്ങനൊരു സാധനത്തിലാണല്ലേ ഞാൻ അഭിനയിച്ചത്. അതൊരു എന്താ പറയുക വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു മാവൽ DC ഒക്കെ കാണുന്നത് പോലെ തന്നെ ഒരു സൂപ്പർ വലിയൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയി. ഒബ്വിയസ്ലി അത് വളരെയധികം സന്തോഷമുണ്ട്. എന്താ പറയുക, ഞാനിങ്ങനെ ഫസ്റ്റ് ഷോ
കംപ്ലീറ്റ്ലി ഞാൻ എൻ്റെ സീനൊക്കെ പോയെന്ന് അറിഞ്ഞില്ല, ഞാൻ ഇങ്ങനെ നോക്കി. അതിന് ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടായിരുന്നു ആ മീശയൊക്കെ അങ്ങനെ വെച്ചത്? അത് ആക്ച്വലി എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ക്യാരക്ടർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാത്തത് കൊണ്ടും ലുക്ക് എന്താണെന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ അതിൽ AD ദീപക് എൻ്റെ ഫ്രണ്ടാണ്. അപ്പം ഞാൻ പുള്ളിയെ വിളിച്ച് എല്ലാ ദിവസവും ചോദിക്കും എന്താ ഞാൻ ചെയ്യേണ്ടത്, എന്തെങ്കിലും ചെയ്യണം. അപ്പം എന്തെങ്കിലും ഒരു ഹിന്റ് തന്നാൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇല്ലടാ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ്. അപ്പം ഞാൻ ചോദിച്ചു ഓക്കെ എൻ്റെ മേക്ക് ഓവർ ഞാൻ അന്നേരം താടിയൊക്കെ കുറച്ച് മുടിയൊക്കെ വളർത്തി ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു ലുക്കാണ്, അപ്പം ഞാൻ ഇത് എന്തെങ്കിലും ചെയ്യണം. ഒന്നും ചെയ്യരുത്, നീ അങ്ങനെ തന്നെ വെക്കണതാണ്. ഷൂട്ട് ഡേയിൽ വന്നിട്ട് എനിക്ക് നൈറ്റ് ആയിരുന്നു ഫസ്റ്റ് സീൻ. അപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മേക്കപ്പ് ചെയ്യാൻ പറഞ്ഞു. ആ ചേട്ടൻ വന്നിട്ട് എൻ്റെ അടുത്ത് ചേട്ടാ ഏത് ക്യാരക്ടർ? ഞാൻ പറഞ്ഞു പോലീസ് ക്യാരക്ടർ. ആ ചേട്ടൻ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ചേട്ടനോ അല്ല ഈ താടി മുടിയല്ല. അപ്പൊ അവരൊരു എനിക്ക് ഒരു ½ ടൈം എടുത്തിട്ടാണ് ആ ഒരു ലുക്കിലേക്ക് തന്നെ എത്തിയത്. കാരണം നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രിപ്പയർ ചെയ്യാം. ഞാൻ പറഞ്ഞു സോറി ചേട്ടാ എനിക്കറിയില്ല ഇതിനെ കുറിച്ച്, ഇവർ പറയുമ്പോഴാണ് അറിയുന്നത്. സോ അങ്ങനെ ഞാൻ എന്നിട്ട് പറഞ്ഞു മീശ കുറച്ചൊക്കെ എനിക്ക് അത്രയും പ്രായമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഒരു ബാംഗ്ലൂർ കർണാടക പോലീസിന്റെ ഒരു ക്യാരക്ടറാണ്. അപ്പം ആ ഒരു ബേസിസിൽ കുറച്ച് മീശ വേണം എന്നുള്ള രീതിയിലാണ് അതിലേക്ക് എത്തിയത്. ഓക്കെ, ഇതില് കാസ്റ്റിനും ക്രൂവിനും ഒന്നും അറിയാത്ത ഒരു കാര്യം കൂടെ ചെയ്തിട്ടാണ് ബാലു ഇവിടെ ഇരിക്കുന്നത്. ഇതിന്റെ ബാക്കി ലാംഗ്വേജസിലൂടെ പോയപ്പം അതിൽ ഡബ് ചെയ്തിരിക്കുന്നതും ബാലുവാണ്. അതിപ്പോഴാണ് അറിയുന്നത് ഡൊമിനിക്കിന് പോലും അത് അറിയില്ല എന്നുള്ള കാര്യം. ക്ഷമിക്കണം, ഇത്രയും വലിയൊരു ക്ഷമാപണം പരസ്യമായിട്ട് ചോദിക്കുക. അല്ല അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ കോണ്ടാക്ട് ആക്ച്വലി പാൻ ഇന്ത്യൻ മൂവി ആണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. സോ വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂ ഉണ്ടെന്നറിയാം. ഒബ്വിയസ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പല കാസ്റ്റും ഞാൻ തന്നെ ഇവരൊക്കെ ഇതിലുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ആർട്ടിസ്റ്റാണ് എങ്കിലും മൂവി കാണുന്ന ടൈമിൽ ഞാൻ ഇവരൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല, ഞാൻ തന്നെ എക്സൈറ്റഡ് ആയി. അപ്പോൾ അത്രയും എനിക്കൊന്നും അറിയില്ലല്ലോ മൂവിയെ കുറിച്ച്, ഒന്നും നമുക്കറിയില്ല. അപ്പോൾ പാൻ ഇന്ത്യൻ ആണെന്നോ അല്ലെങ്കിൽ എങ്ങനെ റിലീസ് ഒന്നും അറിയില്ല. സോ ഫസ്റ്റ് ഒരു ഡീറ്റെയിൽസും അറിയില്ല. സോ സഡൻലി ഡബ് ഞാൻ കേരളത്തിൽ വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ കൊച്ചിയിൽ ഡബ് ഉണ്ടായിരുന്നു, അത് മലയാളത്തിന്. അപ്പോൾ എനിക്ക് മലയാളത്തിൽ സംസാരിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയില്ല, ഞാൻ കന്നഡയിലാണ് സംസാരിച്ചത്. സോ ഞാൻ ചെന്നൈയിൽ ഈ മൂവി ഡബിന് വന്നു എന്ന് ഞാൻ അറിഞ്ഞു, എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അവിടുത്തെ ഡബിങ് ഡയറക്ടർ ബാല സാറുണ്ട്, RP സ്റ്റുഡിയോ എന്തോ പുള്ളിയുടെ സ്റ്റുഡിയോ. അപ്പോൾ ഞാൻ ബാല സാറിനെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു സാർ ഞാനിങ്ങനെ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആണ്, എൻ്റെ മൂവി വന്നിട്ടുണ്ട്, സോ എനിക്ക് ഇത്ര ലാംഗ്വേജ് അറിയാം, എനിക്ക് ഇപ്പോൾ ഒരു പാൻ ഇന്ത്യൻ മൂവി, എൻ്റെ ഫസ്റ്റ് പാൻ ഇന്ത്യൻ മൂവിയാണ്, സോ എനിക്ക് ലാംഗ്വേജ് അറിയാം, സോ അതിലെനിക്ക് ചെയ്യണമെന്ന് അതിയായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാനും ട്രൈ ചെയ്തിരുന്നു ടീമിനെ കൊണ്ട്, പക്ഷെ അവർ ഭയങ്കരമായിട്ടും ബിസി ആയിരുന്നു ആ ടൈമിൽ. ബിക്കോസ് എന്താ പറയുക മൂവിയുടെ ഒരു കീ ടൈം ആയിരുന്നു, റിലീസിനോട് അടുത്തൊരു ടൈമായിരുന്നു. സോ ആരും തന്നെ അവൈലബിൾ അല്ലായിരുന്നു, അതായിരുന്നു എൻ്റെ റീസൺ. സോ ഇനിയിപ്പോ കാണുമ്പോ ചിത്തൊളിക്ക് കേൾക്കും. അങ്ങനെയാണ് അതിലേക്ക് ഞാൻ ഡബ് ചെയ്തത്. അടിപൊളി. അപ്പൊ ഈ കൊട്ടാരക്കരക്കാരനായ ബാലു എങ്ങനെയായിരുന്നു സിനിമ ഇൻഡസ്ട്രിയിലേക്ക് എത്തുന്നത്? ഇപ്പൊ ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ആസ് ആക്ടറും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സിനിമാ മോഹം തലയ്ക്ക് പിടിച്ചിട്ട് എങ്ങനെയായിരുന്നു സിനിമയിലേക്കുള്ള ഒരു വരവ്? സിനിമയിലേക്ക് ആക്ച്വലി 10th പഠിക്കുന്ന ടൈമിൽ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, APJ അബ്ദുൽ കലാം സാറിന്റെ ഡ്രീം, വിങ്സ് ഓഫ് ഫയർ എന്ന് പറഞ്ഞാൽ ഡ്രീം എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ആ ടൈമിൽ ഇത് പഠിപ്പിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ബാക്ക് ബെഞ്ചേഴ്സ് ആണ്, ബാക്കിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ സാധനം കേട്ടപ്പോൾ എനിക്കൊരു സ്പാർക്ക്, ഡ്രീം, നമുക്കെന്താ ഒരു ഡ്രീം ഇല്ലാത്ത. അപ്പോൾ അങ്ങനെ എന്താണ് നമ്മുടെ ഒരു ഇത് കുറേ ഇത് ചെയ്തു. ഞാൻ ആദ്യമേ അത് കണ്ടുപിടിക്കാൻ വേണ്ടി കുറേ എന്താണ് ആവേണ്ടതെന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടാവില്ല. സോ അങ്ങനെ വന്ന് ലാസ്റ്റ് ഫിലിമിൽ എല്ലാത്തിലും വരും, നമ്മളതിൽ നിന്ന് ചാടിപ്പോവും, അങ്ങനെയായിരുന്നു. പക്ഷെ ഫിലിമിൽ വന്ന് നിന്നിട്ട് അവിടെ അങ്ങ് ഉറച്ചുപോയി. അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ വേറെ എന്ത് കാര്യം ചെയ്താലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ എനിക്ക് മനസ്സിലായി ഇത് തന്നെയാണ് സംഭവം ഇതാണ് എന്നുള്ളത്. അപ്പോൾ ആ ടൈം തൊട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, ഒരുപാട് ഓഡിഷൻസും കാര്യങ്ങളും അറ്റൻഡ് ചെയ്യാറുണ്ട്. ഞാൻ എൻജിനീയറിങ് ബാംഗ്ലൂരാണ് പഠിച്ചത്. സോ വീട്ടിലൊക്കെ കുറച്ച് ഇഷ്യൂ ആയിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയും എനിക്ക് അത്ര ഒരു ഫ്രീഡം ഇല്ലായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ട്രൈ ചെയ്യാൻ തുടങ്ങി. ഓഡിഷൻസ് ഒരുപാട് അറ്റൻഡ് ചെയ്തു. പിന്നെ ഞാൻ 2 മൂവീസിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഒരു മൂവി റിലീസായി, അത് ഒരുപാട് ഇന്റർനാഷണൽ അവാർഡൊക്കെ കിട്ടിയ മൂവിയാണ്. ചാപ്പകുത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഫീച്ചർ ഫിലിമാണ്.
നെക്സ്റ്റ് വടു ദ സ്കാർ എന്ന് പറഞ്ഞിട്ട് TG രവി സാറും ശ്രീധരനൊക്കെ ഉള്ള മൂവി. സോ ഇത് രണ്ടും ഞാൻ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ചെറിയ ക്യാരക്ടർ ആണെന്നേ ഉള്ളൂ. സോ എൻ്റെ ഒരു ബിഗ് ബ്രേക്ക് എന്നൊക്കെ പറയുന്നത് ഈ ഒരു ലോക തന്നെ ആയിരുന്നു. അപ്പം ആസ് ആക്ടർ ഏത് മൂവിയിലായിരുന്നു ഫസ്റ്റ് വന്നത്? ഈ ചാപ്പകുത്ത് എന്നുള്ള മൂവിയിൽ ഞാൻ പറഞ്ഞില്ല, ആക്ടർ ഇൻ ദ സെൻസ് ഒരു ചെറിയ സീൻ, ഒരു ചെറിയ, ഞാൻ അതിൽ AD ആയിട്ട് വർക്ക് ചെയ്തപ്പം എൻ്റെ ആത്മാർത്ഥത കണ്ട് അതിലെ ഡയറക്ടേഴ്സ് എനിക്ക് ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് തന്നെയാണ്. ആ ഒരു ടൈമിൽ ഇത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വിത്ത് ഡയലോഗ് ചെയ്ത് തന്നെയാണ് ആ സീക്വൻസ് ഒക്കെ. പക്ഷേ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ പ്രോപ്പറായിട്ടും ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ഫസ്റ്റ് മൂവി ലോക തന്നെയാണ്. ഞാൻ ഓഡിഷൻ ത്രൂ വന്ന് ആസ് എൻ ആക്ടർ, മറ്റേത് ഞാൻ AD ആയിട്ട് വർക്ക് ചെയ്തതിന് ഇടയ്ക്കൂടെ ഓടിപ്പോയി അഭിനയിച്ച് ആ ഒരു സെറ്റ്. ഈ ലാംഗ്വേജസ് ഇപ്പൊ എങ്ങനെയായിരുന്നു? 6 ലാംഗ്വേജസ് അറിയാം, അത് ഏതൊക്കെയാണ്, അത് എങ്ങനെയായിരുന്നു ആ ലാംഗ്വേജസ് എല്ലാം? ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് എല്ലാം ബാംഗ്ലൂരാണ്, ഞാൻ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് എല്ലാം ബാംഗ്ലൂരാണ്, ഒരു 6th വരെ. സോ ആ ടൈമിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, തമിഴ്, തെലുഗു, കന്നഡ എല്ലാവരും ഉണ്ട്. അപ്പം ഓരോരുത്തരുടെ സംസാരിച്ച് കിട്ടിയതാണ്. സോ ലാംഗ്വേജസ് മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, തെലുഗു, കന്നഡ 6 ലാംഗ്വേജാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. എനിക്ക് ഈ എല്ലാ ലാംഗ്വേജിലും എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് പറയാമോ? ഇപ്പം എല്ലാവരും ലോക തിയേറ്ററിൽ കാണുമെന്നുള്ളത്, അത് മാത്രം ഒന്ന് ഈ 6 ലാംഗ്വേജസിലൊന്ന് പറയാം, കേൾക്കാനുള്ളൊരു ആഗ്രഹം. ഓക്കെ, മലയാളത്തിൽ എല്ലാവരും ലോക തിയേറ്ററിൽ തന്നെ പോയി കാണുക. ಓಕೆ, ಕನ್ನಡದಲ್ಲೇ ಎಲ್ಲರೂ ಲೋಕ ಮೂವಿ ಥಿಯೇಟ್ರಲ್ಲಿ ಹೋಗಿ ನೋಡಬೇಕು. తెలుగు అందరూ లోక మూవీన థియేటర్లో చూడండి. ఓకే. हिंदी सब लोग लोक मूवी थिएटर में जाके देखो. And in English obviously please do watch loka movie in theaters. തമിഴ് പറഞ്ഞില്ല. ഓക്കെ ഓക്കെ, എല്ലാവരും ലോക മൂവി തിയേറ്ററിൽ പോയി പാരുങ്ക. താങ്ക് യു. ഈ അഭിനയമോഹം കൊണ്ടല്ല, സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് ഡബിങ്ങിലേക്ക് അങ്ങനെ എത്തിയതായിരുന്നു. ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫസ്റ്റ് ഒരു എനിക്കങ്ങനെ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ബേസിക്കലി ഒരു ആഗ്രഹം, ഒരു തീ, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളതിൻ്റെ ഒരു പ്ലാൻ ഒക്കെ ഉണ്ടാക്കുന്നു. രാത്രിയൊക്കെ ഇരുന്ന് മറ്റേ കത്തിയിൽ നമ്മുടെ വിജയ് സാർ ഇല്ല, സീരിയസ്ലി ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെ എത്തിപ്പെടാം. അപ്പോൾ നോർമലി ആസ് എ കോമൺ മാൻ, ഞാനൊരു നോർമൽ ഒരു മിഡിൽ ക്ലാസ് പയ്യൻ എന്നുള്ള രീതിയിൽ എത്തിപ്പെടാൻ ഭയങ്കര പാടാണെന്നറിയാം. വീട്ടിലൊക്കെ ഒരുപാട് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ നമുക്ക് പറ്റിയൊരു പരിപാടി അല്ല എന്നൊക്കെയുള്ള സ്ഥിരം ഡയലോഗുകൾ കേൾക്കാറുണ്ടായിരുന്നു. പിന്നീട് ഞാൻ എന്താ പറയുക, ഈ പറയുന്നത് പോലെ കോണ്ടാക്റ്റ് ബിൽഡ് ചെയ്യും. അപ്പം സിനിമ എന്താണെന്ന് പഠിക്കണം എന്നൊരു എനിക്ക് എവിടുന്നോ ഒരു കോട്ട് കിട്ടിയ. സോ ഓക്കെ, അത് ശരിയാണെന്ന് എനിക്കും തോന്നി. സോ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ADയുടെ ജോബാണ്. കാരണം ഒരു AD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ മൂവിയിൽ അവരുടെ കൈ എത്താത്ത ഒരു സ്ഥലവും ഉണ്ടാവില്ല. അത്രയ്ക്കും പണിയുള്ളതുമാണ്. സോ അത്രയും പഠിക്കാനും പറ്റും. സോ ഞാൻ അതുകൊണ്ടാണ് AD ആയിട്ട് വർക്ക് ചെയ്തത്. സോ 2 മൂവീസിൽ AD ആയിട്ട് വർക്ക് ചെയ്തപ്പം പ്രീ പ്രൊഡക്ഷൻ, ഷൂട്ട്, പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാത്തിലും വർക്ക് ചെയ്തപ്പോൾ ഏറെക്കുറെ മനസ്സിലായി ഇതാണ് സിനിമയിലുള്ളത്. സോ അങ്ങനെ എത്തിയതാണ്. സോ ഡബ് ആക്ച്വലി പറയുകയാണെങ്കിൽ അതിൻ്റെ എന്താ പറയുക, ഈ ലാംഗ്വേജ് ബേസിസിൽ എന്നെ അവർ ഒരു ഡബിങ് സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ എന്നെ ചോദിച്ചതാണ് എൻ്റെ അടുത്ത്. ഐ മീൻ ഈ ചാപ്പകുത്ത് മൂവി റിലേറ്റ് ചെയ്ത് ഞാൻ ഡബിങ്ങിൽ ചെന്നപ്പോൾ അവിടുത്തെ ഷിബു ചേട്ടൻ, ജോളി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിൽ ഡബിങ് ഉണ്ട്. അപ്പോൾ അവർ മോസ്റ്റ്ലി എല്ലാ മൂവീസും അവരാണ് വലിയ വലിയ മൂവീസൊക്കെ ഡബ് ചെയ്യുന്നത്. സോ പുള്ളി ഇങ്ങനെ ഇത്ര ലാംഗ്വേജ് എനിക്ക് അറിയാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, ഇവനെ കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടാകും, നീ പോരുന്നു എൻ്റെ കൂടെ എന്ന്. സോ അങ്ങനെ ആ ഒരു ഡബിങ്ങിലേക്ക് എത്തി. അതുപോലെ ഇപ്പം വൈറലാവുന്ന ഒരു സാധനമുണ്ട്. എല്ലാവരും ഇപ്പൊ ടോവിനോട് ഓരോ പോസ്റ്റിന് താഴെ പോലും ആ ഒരു ഡയലോഗ്, ബാലുവിൻ്റെ അടുത്ത് പറയുന്ന ഒരു ഡയലോഗ്, ആ ഡയലോഗ് ഞാൻ പറയുന്നത് അതെ, അതിങ്ങനെ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നേരിട്ട് ആ ഡയലോഗ് അവിടെ നിന്ന് ഓൺ സെറ്റിൽ കേട്ട ഒരാളും കൂടെ ആയിരുന്നല്ലോ കോമ്പിനേഷൻ. എന്താണ് അതിപ്പോ ഇങ്ങനെ വൈറലാവുന്ന കാണുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? അത് വളരെയധികം സന്തോഷം. കാരണം അത് ഹസ്തലവിസ്ത പോലീസുകാരെന്ന് പുള്ളി പറയുന്ന ഒരു സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് പോയിന്റ് ഔട്ട് ചെയ്യുന്ന കറക്റ്റ് എൻ്റെ ക്യാരക്ടറിനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി ടോയ് ചേട്ടൻ്റെ ചാത്തൻ എന്ന് പറയുന്ന പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അതിൻ്റെ താഴെ ഫസ്റ്റ് കമൻറ്റ് ഈ ഹസ്തലവിസ്ത പോലീസുകാരെന്നായിരിക്കും. അപ്പം ഞാൻ അതിൻ്റെ അടിയിൽ പോയിട്ട് ചിലപ്പം റിപ്ലൈ ഒക്കെ ഇടാറുണ്ട്, ലൈക്ക് ഒക്കെ ചെയ്യാറുണ്ട്. കാരണം എനിക്കത് ഭയങ്കര അധികം സന്തോഷമാണ് അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ. എനിക്കൊന്ന് പുള്ളി ഇപ്പോൾ അവാർഡൊക്കെ വാങ്ങിയ ഒരു പോസ്റ്റിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് ആൾക്കാർ ഇത് തന്നെ
കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ അതിൽ കന്നഡ സീൻ സ്റ്റാർട്ടിങ് സീനിൽ ഞാൻ ചോദിക്കുന്നുണ്ട് എല്ലിതിയോ അച്ഛ പറഞ്ഞു മകനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കന്നഡ ഉണ്ട്. അപ്പൊ ബാക്കില് ഞാൻ ഇല്ലിതിൻ മക എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് ആക്ച്വലി ആ ടൈമിൽ ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. അങ്ങനെ ഒരു അപ്പൊ ഡൊമിനിക്കേട്ടൻ എൻ്റെ ഇങ്ങനെ ചോദിച്ചത് ഓക്കെ ഇത് ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ റിപ്ലൈ എന്തായിരിക്കും എന്നൊക്കെ ആ ഒരു ടൈമിൽ ചെയ്തൊരു ഡയലോഗാണ്. അതുപോലെ ഈ അസ്തവസ്ത പോലീസുകാരെ എനിക്ക് കൺഫേം അറിയില്ല, എനിക്കൊന്ന് പുള്ളി തന്നെ കൈ നിൽക്കുകയാണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയുള്ള പരിപാടി ഉണ്ട്. ആള് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇടയ്ക്ക് വെച്ചിട്ട് ഈ അപ്സൈഡ് ഡൗൺ ഒരു സീക്വൻസ് ഉണ്ട്. അപ്പൊ അത് മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു ഉച്ച തൊട്ട് വൈകിട്ട് വരെ ഷൂട്ട് ചെയ്തു. പുള്ളിയുടെ ഡ്യൂപ്പ് സൈഡിൽ കസേരയൊക്കെ ഇട്ട് ചായയൊക്കെ കുടിച്ച് സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ പുള്ളിക്കാരൻ ആ ടൈം തൊട്ട് ഫുൾ കംപ്ലീറ്റ് സീനും പുള്ളി ഒറ്റയ്ക്കാണ് ചെയ്തേക്കുന്നത്. ഡ്യൂപ്പ് ഇട്ടിട്ടേ ഇല്ല. ആ ഇൻവെസീനൊക്കെ ചെയ്തിട്ട് താഴെ ഇറങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ ആകും. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അല്ലടാ എനിക്കൊന്നും ഭയങ്കര ബുദ്ധിയായിരിക്കും. അല്ല ഇത്ര നേരം ബ്ലഡ് എല്ലാം കൂടെ തല വീഴുകയാണ്. അങ്ങനെ വളരെ ചിൽ ഇതാണ്. അപ്പം ഈ ഒരു ഡയലോഗ് എനിക്ക് തോന്നുന്നു പുള്ളി തന്നെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഇട്ട് ചെയ്ത. അപ്പൊ ആ സീനും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ സീൻ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാവരും ഇങ്ങനെ വന്ന് കമന്റ് ചെയ്യുന്നത് കാണുമ്പോൾ ഇപ്പൊ എൻ്റെ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടാണ് അതിന്റെ താഴെ വന്ന് ഈ കമന്റ് ഇടാറുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ വളരെയധികം സന്തോഷം, വളരെ ഹാപ്പിയാണ്. അതെ, അടിപൊളി. ചാത്തൻ അടിപൊളിയാക്കി, ചാത്തന്റെ കൂടെ പോലീസുകാരനും അടിപൊളിയായി. വീണ്ടും ബാക്ക് ടു ലോക. ഇവിടെ ടോവിനോടൊപ്പമുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് ഒരു എന്താ പറയാ ചാത്തൻ തന്നെയാണ്. ടോവി ചേട്ടൻ വളരെയധികം ഭയങ്കര കൂളായിട്ടുള്ള ഒരു പേഴ്സണാണ്. നമ്മളങ്ങനെ ഒരു ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് എന്നൊക്കെ ഉള്ളൊരു എൻ്റെ മൈൻഡിൽ, കാരണം ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല പുള്ളിയുടെ കൂടെ ഒന്നും. അപ്പം എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന സംഭവത്തൊക്കെ തകർത്ത് ഉടച്ചുകൊണ്ടുള്ള ഒരു ക്യാരക്ടർ. കൂളായിട്ട് ഇങ്ങനെ നിന്ന് സംസാരിക്കുക. പക്ഷെ ഭയങ്കര എനർജറ്റിക് ആണ് പുള്ളി സെറ്റിലേക്ക് വരുമ്പോൾ തന്നെ ഭയങ്കര, നമ്മൾ ആ മൂവിയിൽ കാണുന്ന ചാത്തനൊക്കെ വരുന്ന അതേ എനർജിയിൽ തന്നെയാണ്. എനിക്ക് ആ കോസ്റ്റ്യൂം ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു കമ്മല്, പിന്നെ പല്ല്. ഞാൻ ആ പല്ലാണ് ഫസ്റ്റ് നോട്ട് ചെയ്തത്. അപ്പം ഞാൻ ഷൂട്ട് ടൈമിൽ ഞാൻ ഇത് കൊള്ളാം. അപ്പൊ എനിക്ക് അറിയാം എന്ത് ഇതായാലും ഈ ഒരു സാധനം ഹിറ്റ് ആവും എന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഇതായിരുന്നു. പിന്നെ ടോവി ചേട്ടൻ ഓവറോൾ അറിയാലോ, ടോവി ചേട്ടൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ആള് ഒരു ഒരു സിമ്പിൾ ഹ്യൂമൻ ബീങ്. ഓക്കെ, ഇതില് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു സീനായിരുന്നു. നിങ്ങൾ 2 പോലീസുകാര്, അപ്പൊ ആ ഒരു പോലീസുകാരന്റെ മറ്റേ ആളെ ഹാലൂസിനേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സീൻ, അത് ആള് പെർഫോം ചെയ്യുന്നു. അപ്പം ബാലു അടുത്ത് ചെന്നിട്ട് എന്താ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതെങ്ങനെയായിരുന്നു ശരിക്കും ആ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തതിന്റെ സീനിൽ നിന്നപ്പോ? അത് ആക്ച്വലി മണികണ്ഠൻ എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റ് ആണ്. പുള്ളി ആഡ്സിലൊക്കെ കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളിയാണ് എൻ്റെ കോ ആർട്ടിസ്റ്റ് ആയിട്ട് വേറെ പോലീസ് ചെയ്തത്. സോ അത് ചെയ്തത് ആക്ച്വലി നമുക്ക് നോർമലി കുറേ സീൻസ് ഉണ്ട്. ആ സീൻസിലെല്ലാം VFX ക്രിയേറ്റ് ചെയ്യുന്ന സീൻസിലെല്ലാം ഫ്രണ്ട് ക്യാമറ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ തിയേറ്ററിൽ കാണുന്ന ഒരു സാധനം അവിടെ ഉണ്ടാവില്ല. എല്ലാം നമ്മൾ ഇമാജിൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി ആ മിറർ സീക്വൻസ് എനിക്ക് തോന്നുന്നു സെറ്റ് ഇട്ടിട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളത് അല്ലാതെയാണ് ചെയ്തത്. അപ്പം ഡോണിക്കേട്ടൻ ഈ സീൻ ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഇത് കോമഡിയാണ്. അപ്പം ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ ക്യാരക്ടർ അങ്ങനെ പോകും. അപ്പം അത് കഴിഞ്ഞ് ഡോണിക്കേട്ടൻ പറഞ്ഞു, എടാ ഇത് കുറച്ച് കോമഡിയാണ്, ഇപ്പം നമ്മുടെ മുകേഷ് ചേട്ടൻ്റെ ഒക്കെ ഒരു ഭാവം വരണം, അങ്ങനെയൊക്കെയാണ് ആള് പറയാ. അപ്പം ഓക്കെ ഇയാളെന്താ കാണിക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു ഓഡിയൻസിന് ആ ഒരു ഔട്ട് വരുന്ന രീതിയിൽ ചെയ്യണമെന്നാണ്. അപ്പം അങ്ങനെയാണ് ആ ഒരു സീൻ. എനിക്ക് തോന്നുന്നു കുറച്ച് സീക്വൻസേ ഉള്ളൂ എനിക്ക് കുറച്ച് കോമഡി ഇതായിട്ട് ചെയ്യാൻ പറ്റില്ല. ബാക്കിയെല്ലാം കുറച്ച് സീരിയസ് ആയിട്ട് ഇമോഷണൽ ആയിട്ടൊക്കെ പോകുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ വരുമ്പോൾ കല്യാണിയും സാൻഡി മാസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്നു. അവരെ എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റില്? എല്ലാവരും അടിപൊളിയായിരുന്നു. എനിക്ക് സാൻഡി മാസ്റ്ററുമായിട്ട് പേഴ്സണൽ ക്ലോസ് ഒരു സീക്വൻസ് ഉണ്ട്. അതൊരു കീ സീനാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ബ്ലഡിന്റെ ഒരു സംഭവം. അപ്പൊ അതില് ആള് എൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ മറ്റേ ലിയോ സിനിമയില് ചോക്ലേറ്റ് പറഞ്ഞല്ലേ. സോ അത് ലെൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം അതുപോലെ ഉണ്ട് ആളിങ്ങനെ. പുള്ളി അങ്ങനെ വളരെ ഒരു ഇച്ചിരി ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടർ പോലെയാണ്. എന്ന് വെച്ചാൽ എല്ലാവരോടും അങ്ങനെ ഒരു ഇതില്ല. പക്ഷെ നമ്മൾ പോയി സംസാരിക്കുകയാണെങ്കിൽ ആള് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നമ്മൾ നോക്കുമ്പോൾ ആളിങ്ങനെ ഇതായിട്ടിരിക്കും, പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അപ്പോൾ എനിക്ക് ആളിങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തിരിക്കും, ഇങ്ങനെ നമ്മളെ നോക്കും, ഒരു ലുക്കാണ്.
ഫീൽ ചെയ്യാറില്ല. ദെൻ കല്യാണി നസ്ലിനൊക്കെ നസ്ലിൻ ആക്ച്വലി ഞങ്ങളിങ്ങനെ ഷൂട്ട് ടൈമിൽ ബ്രേക്ക് പറയുമ്പോൾ ഇങ്ങനെ കാര്യം പറയും. കമ്പനിയാണ്, നൈസാണ്, എല്ലാം അടിപൊളിയായിട്ടായിരുന്നു പോയത്. അടിപൊളി. എത്ര തവണ കണ്ടു ലോക തിയേറ്ററിൽ? എനിക്ക് തോന്നുന്നു റിപ്പീറ്റഡ്ലി ഒരു 7 times ഇപ്പൊ കണ്ടിട്ടുണ്ടാവും. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ടൈം ഞാൻ കണ്ടത് സ്റ്റോറി കാണാൻ വേണ്ട. അപ്പം പടം കഴിയുമ്പോ എന്റെ ക്യാരക്ടർ ശ്രദ്ധിക്കാൻ പറ്റില്ല, സാധനം എവിടെ പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ടൈം ഞാൻ കണ്ടു. സെക്കൻഡ് ടൈം ഞാൻ കണ്ടപ്പോൾ ആ ടൈമിൽ ഞാൻ ഓഡിയൻസ് റെസ്പോൺസ് ആണ് നോക്കിയത്. കാരണം ഞാൻ എനിക്ക് അറിയില്ല ഇവര് ഷൂട്ട് ടൈമിൽ ഇത് പറയുമ്പോഴും ഇത് ഔട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയില്ല. കാരണം ഒരുപാട് VFXും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഓവറോൾ ഔട്ട് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. സോ ഞാൻ ഇങ്ങനെ എൻ്റെ സീൻ വരാറാവും ഞാൻ ടെൻഷൻ അടിച്ച് ഓഡിയൻസൊക്കെ എങ്ങനെ എടുക്കും. പക്ഷെ ആ സീനിൽ ടോവിൽ ചേട്ടനെ കാണിച്ച് തുടങ്ങുമ്പോൾ തൊട്ട് തിയേറ്റർ വൻ ബഹളമായിട്ട്. അപ്പോൾ എനിക്കൊരു സമാധാനം, കൂടെ ഒരാളുള്ളത് കൊണ്ട്, ടോവിൽ ചേട്ടനുള്ളത് കൊണ്ട് എന്തായാലും ഞാൻ അടിപോലോ എനിക്കറിയാം. അപ്പം ആ ഒരു ഓഡിയൻസ് റെസ്പോൺസും കാര്യങ്ങളും കാണാൻ സെക്കൻഡ് ടൈം വാച്ച്, പിന്നെ ഫാമിലിയുടെ കൂടെ ഒക്കെ തേർഡ് ടൈം, പിന്നെ എനിക്ക് എന്താ പറയുക, നമുക്കൊരു ബോറടി ഇല്ലാതെ കാണാൻ പറ്റുന്ന ഒരു മൂവി എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ വർക്ക് ചെയ്ത മൂവി ആയതുകൊണ്ടല്ല, അല്ലാതെ ഓവറോൾ ഒരു സൂപ്പർ ഹീറോ, ഞാൻ പറഞ്ഞില്ലേ മോളിവുഡിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിന്റെ ഒരു റെസ്പോൺസ് ആണ് ലോകയ്ക്ക് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മാർവൽ DC ഒക്കെ കണ്ടോണ്ടിരുന്ന നമുക്ക് ഇങ്ങനെ ഒരു സാധനം മോളിവുഡ് എന്താ ഇരിക്കുന്നു, നമുക്കുണ്ട് വെക്കടാ ഇതിന് മുകളിൽ എന്നൊക്കെ പറയാൻ പറ്റില്ല. ആ ഒരു ഐറ്റമാണ് സംഭവം. അപ്പൊ അത് കാണുമ്പോൾ എനിക്ക് ശരിക്കും എന്താ പറയുക, ഒരു ഹാപ്പിനെസ് ഉണ്ട്, ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. അതിനെക്കാട്ടിലും കൂടുതൽ ഞാനൊരു വളരെയധികം മൂവി വാച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ഇമോഷൻസിനും ഞാൻ മൂവി കാണും. സങ്കടമാണെങ്കിലും ദേഷ്യമാണെങ്കിലും സന്തോഷമാണെങ്കിലും. സോ മൂവി ക്യാൻ ചേഞ്ച് മൈ മൂഡ്. മൂവി കാണുമ്പോൾ ഞാൻ അതിലേക്ക് ഇൻവോൾവ് ആവും. അപ്പം അങ്ങനെയുള്ളൊരു കംപ്ലീറ്റ് ഒരു ഇതായിട്ടുള്ള ഒരു മൂവി തന്നെയാണ് ലോക. ഇപ്പൊ ചിലരിങ്ങനെ പറയുന്നുണ്ടെന്ന്, ലോക ഒരു തവണ കണ്ടു, 2 തവണ കണ്ടു, ഓരോ തവണ കാണുമ്പോൾ അതിലെ കൂടുതൽ ഡീറ്റെയിൽസ് ഇങ്ങനെ ശ്രദ്ധിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഡീറ്റെയിലിംഗ് ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ പറ്റിയോ? ആക്ച്വലി ഡീറ്റെയിലിംഗ് അല്ല, ഞാൻ മൂവി കാണുമ്പോൾ എല്ലാം ഓക്കെ എൻ്റെ സീൻ ഇതായിരുന്നല്ലേ, ഞാൻ ആലോചിക്കുന്നത് എന്താ പറയുക, ഓക്കെ അപ്പൊ ഞാൻ ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഇവിടെ വന്നത്. അപ്പൊ സാൻഡി മാസ്റ്റർ ഇതായിരുന്നല്ലേ. ഈ സംഭവം എനിക്കറിയില്ല. ഈ ഷൂട്ടില് അഭിനയിക്കുന്ന ടൈമില് ഞാനൊരു പോലീസ് ഓഫീസർ, ടോവിൽ ചേട്ടൻ വരുന്നുണ്ട്. ടോവിൽ ചേട്ടൻ പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ കണ്ടുപിടിച്ചു, ടോവിൽ ചേട്ടൻ ചാത്തൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ്. അത് വെച്ചിട്ടൊക്കെ എന്തൊക്കെയാണ് ഞാൻ ചെയ്തത്. അപ്പം ഞാനിങ്ങനെ ഇതാണ് സംഭവം ഇങ്ങനെ. അതാണ് ഞാൻ ആദ്യമേ എന്താ പറയാ കണ്ടുപിടിച്ച സംഭവം. പിന്നീട് ഈ പറയുന്ന പോലെ ട്രോൾസ് ഒക്കെ ശ്രദ്ധിച്ചപ്പം എനിക്കും തോന്നി, പിന്നെ നമ്മുടെ ഡൊമിനിക്കേട്ടൻ അത്ര നിസ്സാരപ്പെട്ടൊരു മനുഷ്യനല്ല, നിങ്ങളാരും ചിന്തിക്കുന്ന പോലുള്ള ഒരാളല്ല. അല്ല, പുള്ളി വളരെയധികം എന്താ പറയാ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്, കൂൾ ആയിട്ടുള്ള ഒരു ഡയറക്ടർ. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂളസ്റ്റ് പേഴ്സൺ. അത് ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. അത് എനിക്കൊന്ന് ദൂരെ ഒരു 200 മീറ്റർ ദൂരെയാണ് മോണിറ്റർ ഇരിക്കുന്നത്. അപ്പം ഞാനിവിടെ സെറ്റിട്ട് ഷൂട്ട് ചെയ്യണം. ആളവിടുന്ന് ഒരു കറക്ഷൻ പറയാൻ വേണ്ടി ഇന്നിട്ട് നടന്നു വരികയാണ്. അപ്പം ഞാൻ വെച്ചു ഇപ്പോൾ എന്നെ ചീത്ത പിടിക്കാൻ വേണ്ടി വരികയാണ്, ഞാൻ വെച്ചു ക്ഷമിക്കണം എന്നൊക്കെ പറയാൻ വേണ്ടി നിന്നെ. അപ്പോൾ ആൾ വന്നിട്ട് എന്നെ ചോദിച്ചു, എന്ത് പറ്റി എടാ ഇതിങ്ങനല്ല ഇത് ഇങ്ങനെ. അപ്പോൾ പുള്ളി ഇങ്ങനെ പറയുന്നത്, നമ്മളിങ്ങനെ ടെൻഷൻ എടുത്ത് നിൽക്കുന്ന ആളാണെങ്കിൽ നമ്മൾ തന്നെ കാമായി ഓക്കെ പറഞ്ഞോളൂ ആ ഒരു ഇതാവും. കാരണം അത്രയും കൂളസ്റ്റ് ഒരു ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ക്ഷമയുള്ളൊരു മനുഷ്യനെ കണ്ടിട്ടില്ല. ആളത്രയും കൂളാണ്. സോ അതുപോലെ തന്നെ ബ്രില്യൻ്റ് ആണ് ആള്. ഐ മീൻ ലോക കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, അത്രയും ഒരു സംഭവത്തിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു മൂവി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ശാന്തി ആൻഡ് ഡൊമിനിക്കേട്ടൻ രണ്ടുപേരും. സോ എന്തായാലും അതിനകത്ത് കുറേ ഹിഡൻ ഫാക്ടേഴ്സ് ഉണ്ടാവും, ഒബ്വിയസ്ലി ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ ഓരോരുത്തരായിട്ട് അതിനെ കണ്ടുപിടിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ മൂവി കാണുമ്പം ഓക്കെ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് ഏറെക്കുറെ ഇങ്ങനെ ആയിരിക്കാം എന്നൊരു ഇതുണ്ട്. ഇത് ഈ ഷൂട്ട് ചെയ്ത സ്ഥലം സെറ്റ് ഇട്ടതായിരുന്നു? അതെ, ഇത് മോസ്റ്റ്ലി എനിക്കൊന്ന് ഔട്ട്ഡോർ മാത്രമേ ഉള്ളൂ, ബാംഗ്ലൂർ ആ പ്രമിസസ്. ബാക്കി ആക്ച്വലി ഒരു ഔട്ട്ഡോർ എൻ്റെ സീനിൽ ഫസ്റ്റ് സീൻ ഞങ്ങളെല്ലാവരും കൂടെ ഉള്ള സാൻഡി മാസ്റ്ററും എല്ലാവരും ഉള്ളൊരു സീനുണ്ട്, ഫുട്ബോൾ കോർട്ടൊക്കെ ഉള്ള. അത് ആക്ച്വലി എറണാകുളത്ത് തന്നെയാണ്. അത് എറണാകുളത്ത് സെറ്റ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. എനിക്കൊന്ന് ബാക്കിയുള്ള മോസ്റ്റ്ലി ഇൻഡോർ സീൻസ് എല്ലാം ഇവിടെ തന്നെ എറണാകുളത്തൊക്കെ ആയിട്ട് സെറ്റ് ഇട്ട് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ
നല്ല ഹെവിയാണ്. അവരൊക്കെ ആ ഒരു ടൈമിലും വർക്കിംഗ് ഭയങ്കര എന്താ പറയാ, ഇങ്ങനെ ഓടി നടന്ന് പണിയെടുക്കുക എന്നൊക്കെ പറയില്ല, ആ ഒരു മൂഡായിരുന്നു. നല്ല ടീമായിരുന്നു. ഓക്കെ. ഇനി ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഭാവി പരിപാടികൾ ആക്ച്വലി കുറച്ച് മൂവീസ് ഇങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്, ഒന്നും കൺഫേം ആയിട്ടില്ല. സോ അതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. മീറ്റിംഗ് നടക്കുന്നുണ്ട്, കുറച്ച് ഓഫേഴ്സ് വരുന്നുണ്ട്, ഒന്നും കൺഫേം ആയിട്ടില്ല ഇതുവരെ. ഓക്കെ. അപ്പൊ ഇനിയും സിനിമയിൽ സജീവമായിട്ട് തന്നെ കാണട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഡബിങ് ഏരിയയിലും സൗണ്ടും കൂടുതൽ ഇനിയും ഈ രീതിയിൽ തന്നെ പോപ്പുലർ ആവട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനിയും കാണാം. അടുത്ത ഇനിയും ബാക്കി വരുന്നുണ്ട്. ലോകയുടെ സെക്കൻഡ് പാർട്ടും വരുന്നുണ്ട്. അതിൽ കാണുമല്ലോ എന്നുള്ളത് നമുക്ക് പിന്നെ അറിയുള്ളൂ. അതെ, അടുത്ത ഇനി ചാത്തന്മാര് നടക്കും. ചാത്തന്മാര് കൊണ്ടുവരട്ടെ. കൊണ്ടുവരട്ടെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ബാലു. താങ്ക് യു.